സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 4-ാം വാക്യം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. സങ്കീർത്തകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാം എൻ്റെ കൺട്രോളിലാണ്, എല്ലാം എനിക്ക് സാധിക്കും, എൻ്റെ കപ്പാസിറ്റിക്ക് ഉള്ളിലാണ് എല്ലാം എന്ന് കരുതരുത്. എനിക്ക്, എൻ്റെ ചിന്തയ്ക്ക്, എൻ്റെ കഴിവിന് ഇതൊക്കെ പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്നേഹമുള്ളവരെ, സ്വർഗത്തിങ്കിലേക്ക് അപ്പോൾ മാത്രമേ മിഴികൾ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് നല്ലതാണ്, നമ്മുടെ കഴിവിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. പക്ഷേ അതിലപ്പുറത്ത് ഇതെല്ലാം സ്വർഗമാണ് നിനക്ക് തന്നത് എന്ന് വിശ്വസിക്കണം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്, എൻ്റെ ആലോചനയ്ക്കപ്പുറത്തായ ചില വിഷയങ്ങളുണ്ട്. അത് സ്വർഗീയ കാര്യങ്ങൾ, സ്വർഗീയ വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം നിറയപ്പെടണം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് അത് മനസ്സിലാക്കി തരണമേ. സ്നേഹമുള്ളവരെ, ഈ സ്വർഗീയ കൃപകൾ നമ്മളിലേക്ക് നിറയണമെങ്കിൽ നമ്മളത് ചോദിക്കണം, നമ്മളത് തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കുമ്പോൾ സ്വർഗം മനസ്സ് തുറക്കും. സ്വർഗ മനസ്സ് തുറക്കുമ്പോഴാണ് നിൻ്റെ മനസ്സിലേക്ക് ഈ വിഷയങ്ങൾ നിറയപ്പെടുന്നത്. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഞാൻ ചിന്തിച്ച, ഞാൻ ആലോചിച്ച, ഞാൻ തീരുമാനിച്ചുറച്ച വിഷയങ്ങളിലൂടെയാണ് പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സ്വർഗ മനസ്സിനെക്കുറിച്ച്, കർത്താവെ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിൻ്റെ പ്ലാൻ എന്താണ് എന്ന് ഞാൻ ചോദിക്കാറില്ലല്ലോ. പലപ്പോഴും എൻ്റെ മനസ്സിലെ തീരുമാനങ്ങൾ സ്വർഗ മനസ്സിനെ അടിച്ചേൽപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇരിക്കാം, ദൈവത്തിന് മുമ്പിൽ ഇരിക്കാം, ചോദിക്കാം, കർത്താവെ, മനസ്സ് തുറക്കണമേ, അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.